എത്ര നന്മകൾ ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താനും അതിൻ്റെ കുറവുകൾ നോക്കി നടന്ന് കണ്ടെത്തി അതിനെ പരിഹസിക്കാനും ആളുകളുണ്ടാകും. എങ്കിലും നമ്മൾ അതിൻ്റെ പുറകിന് പോകലല്ല. നാളെ പടച്ചവൻ്റെ കോടതിയിൽ നാം ഉന്നതമായ ഒരു സ്ഥലത്തായിരിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നാളത്തെ അർശിൻ്റെ തണലിലുണ്ടാകുന്ന ഒരു കൂട്ടരാരാണ്? ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. പടച്ച റബ്ബിൻ്റെ പള്ളിക്ക് വേണ്ടി ഓടി നടന്ന യുവാക്കളാണ്. നിസ്കാരത്തിൽ ഗൗരവം പുലർത്തിയ യുവാക്കളാണ്. അതേ, ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എവിടെയാണ് സേവനമനുഷ്ഠിക്കുന്നത്? ആലപ്പുഴ ജില്ലയിൽ കാക്കാഴം അൽ അമീൻ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ്. ഒരുപാട് നിസ്വാർത്ഥരായ ഒരു കൂട്ടം ആളുകളുടെ കഠിനാധ്വാനമാണ് ഈ പള്ളിക്ക് പിന്നിലുള്ളത്. ഒരുപാട് പ്രാവശ്യങ്ങളിലായി, പല തവണകളിലായി, പല സ്ഥലങ്ങളിലായി അവർ ചെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു കൂട്ടം ആളുകൾ നൽകിയ സംഭാവനകളാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന അൽ അമീൻ മസ്ജിദ്. ആ പള്ളിക്ക് വേണ്ടി സഹായിച്ച പലരും ഇന്ന് ആരുടെ മണ്ണിൻ്റെ ഉള്ളറയിലുണ്ട്. അവരുടെ മണ്ണറകളെ നീ മണിയറകളാക്കണേ അല്ലാ, അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ എന്ന് നാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെയും ആത്മാർത്ഥമായി ആമീൻ പറയണം. ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞയുടൻ ഒരു വർഷം തികയുന്ന അൽ അമീൻ മസ്ജിദിൻ്റെ സ്വലാത്ത് വാർഷികവും ദുആ മജ്ലിസും നടക്കുകയാണ്. ഒരുപാട് സഹോദരീ സഹോദരന്മാർ ആ പള്ളിയുടെ കീഴിലേക്ക് ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കാൻ കടന്നു വരുന്നുണ്ട്. ഈ സാധുവായ ഞാൻ അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഈ കാലയളവിൽ ആ പള്ളിക്ക് വേണ്ടി സഹകരിച്ച ഒരു കൂട്ടം ആളുകളുടെ കഠിനാധ്വാനം അറിഞ്ഞതാണ് ഞാൻ. അവരെത്രത്തോളം സഹിച്ച ത്യാഗങ്ങളുടെ കഥ ആ പള്ളിക്ക് പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അൽ അമീൻ സാധു സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്താണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരൊറ്റ ഉത്തരം ഈ പള്ളിയാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. ആ പള്ളി അവിടെ വന്നപ്പോൾ എത്രത്തോളം ആളുകൾ പള്ളിയിൽ വരാൻ കാരണമായി. ഒരുപാട് ആളുകൾ ദൂരെയാണ് പള്ളി, അല്ലെങ്കിൽ രാത്രി എങ്ങനെ നടന്നു പോകും, അല്പം പോകണ്ടേ, മടി പിടിച്ച് വീട്ടിൽ കിടക്കുമ്പോഴും ഈ പള്ളിയിൽ നിന്നുയരുന്ന ബാങ്കിൻ്റെ ധ്വനികൾ അവർക്ക് ഈ പള്ളിയിലേക്ക് വരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഓടി നടന്ന യുവാക്കളുടെ യാത്ര, യുവാക്കളുടെ സമയം വെറുതെയാവില്ല. നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ചോദിക്കും, അസ്വഹത്തു വൽ ഫറാഗ്, നിൻ്റെ ആരോഗ്യവും ഒഴിവ് സമയവും നീ എന്തിനു വേണ്ടി മാറ്റിവെച്ചു? അന്ന് ഇത്തരമൊരു കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടിയ കൂട്ടർക്ക് പറയാൻ ഉത്തരമുണ്ട്. നമ്മൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഇൻഷാ അല്ലാ നിങ്ങളൊക്കെയും നമ്മളുടെ പള്ളിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും, മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാ വീണ്ടും കാണാം.